മാത്സ്. അതാ സിമ്പിള്. ട്യൂഷനിൽ പോയാൽ ശരിക്കും പറഞ്ഞാൽ 1 മണിക്ക് വെറുതെ പോകും, പിന്നെ കാശും പോകും. നമ്മുടെ നാട്ടിലേക്ക് ഇത്ര വിദ്യാഭ്യാസം ഇല്ല. പെൺകുട്ടികൾക്ക് +2 കഴിഞ്ഞിട്ട് മാക്സിമം +2. കേരളത്തിൽ വിദ്യാഭ്യാസ രംഗം കൂടുതൽ കാഠിന്യമായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് യു.പിയിൽ നിന്നും വന്ന അതിഥി തൊഴിലാളിയായ രാജേട്ടൻ്റെ മകൾ സുസ്മിത മലയാളം മീഡിയത്തിൽ പഠിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങൾക്കും A+ നേടി ഒരു പാഠമായിരിക്കുന്നത്. പഠിക്കാൻ പാടാണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ഒരു പാഠം തന്നെയാണ്. നമുക്ക് സുസ്മിതയുടെയും കുടുംബത്തിന്റെയും വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അതിഥി തൊഴിലാളികളാണ്, അല്ലെങ്കിൽ കേരളീയരല്ല, കേരളല്ലായിട്ട് ഫുൾ A+, മലയാളത്തിലെ ഫുൾ A+. സ്കൂളിലുള്ള ടീച്ചേഴ്സിന്റെ കൂട്ടുകാരൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? അല്ലായിരുന്നു, സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു ഫുള്ള്. രാവിലെ വൈകിട്ട്. എടയാറ് ഗവൺമെന്റ് ഹൈസ്കൂള്. അച്ഛന്റെ ആഗ്രഹം എന്താണ്? മോളെ എന്താക്കണം എന്നാണ്? അച്ഛനക്ക് നല്ലൊരു അച്ഛൻ്റെ ആഗ്രഹത്തിലേക്ക് നല്ല രീതിയിൽ പഠിക്കും, നല്ല രീതിയിലാക്കും. എല്ലാ അച്ഛന്മാർക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് അതിന് ആഗ്രഹം. ഇത്ര പഠിക്കുകയും ഞാൻ പഠിപ്പിക്കും. നമുക്ക് വള്ളിച്ചെരിപ്പിലും കുഴപ്പമില്ല, പക്ഷെ പിള്ളേർ നല്ല രീതിയിൽ പഠിക്കട്ടെ. അപ്പൊ ഇവരെ പഠിപ്പിക്കാനായിട്ടാണ് ഉത്തർപ്രദേശിന് കേരളത്തിൽ വന്നത് നമ്മൾ കേട്ടു. ഇവിടെ വന്നിപ്പോ നമ്മുടെ ആദ്യം കല്യാണത്തിന് മുമ്പ് ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് കേരളത്തിലെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഇത്ര വിദ്യാഭ്യാസം ഇല്ല. അവിടെ കുട്ടികളെ ഇത്രയൊന്നും പഠിപ്പിക്കില്ല. പെൺകുട്ടികൾക്ക് +2 കഴിഞ്ഞിട്ട് മാക്സിമം +2. സുസ്മിതയ്ക്ക് ആരാണെന്നാണ് ആഗ്രഹം? ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം. കഷ്ടപ്പെടണം. അച്ഛനും എനിക്കും രണ്ടുപേർക്കും. എങ്ങനെ പഠിക്കാറ് സാധാരണ? മീൻസ് റെഫറൻസ് വെക്കാൻ അല്ലെങ്കിൽ ട്യൂഷൻ, എക്സ്ട്രാ ട്യൂഷൻ? ഞാൻ ട്യൂഷൻ 10 വർഷമായിട്ട് ട്യൂഷൻ ആയിട്ടില്ല. സ്വന്തമായിട്ട് തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്, സ്വന്തമായിട്ട് പഠിക്കുന്നത്. ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ എങ്ങനെയാണ്? മാത്സ്. മാത്സ് അതാ സിമ്പിള്. ആ കുറച്ച് എഴുതിയാ നല്ല മാർക്ക് കിട്ടും. ഇനി 5 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്. വീട്ടിൽ തന്നെ പഠിക്കാൻ തീരുമാനിച്ചു. ട്യൂഷനിൽ പോയാൽ ശരിക്കും പറഞ്ഞാൽ 1 മണിക്ക് വെറുതെ പോകും, ഒച്ചെടുത്തും കളിയാക്കിയും അത് വെറുതെ പോകും, പിന്നെ കാശും പോകും. അതുകൊണ്ട് വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. ഇപ്പൊ പഠിക്കുകയാണല്ലോ, പഠിക്കുന്നതിൽ അല്ലാതെ എന്തൊക്കെയോ ഇഷ്ടങ്ങളാണല്ലോ? ഇപ്പൊ എല്ലാരും മുഴുവൻ സമയം പഠിക്കാനായിരിക്കും ആഗ്രഹം, എന്നാലും ഇടയ്ക്ക് പഠിക്കും. പഠിത്തം ബ്രേക്ക്. ഡ്രോയിങ് ക്ലാസ് എടുക്കുന്നുണ്ടോ? ഇല്ല, അതും തന്നെ തന്നെ. യൂട്യൂബ് ഒക്കെ നോക്കുമോ? യൂട്യൂബ് ഒക്കെ തോന്നുമ്പോ വരക്കും. അതും തന്നെയാണ്. എന്തുകൊണ്ടാണ് മലയാളം മീഡിയം ചൂസ് ചെയ്തത്? നേരത്തെ മുതലേ അവിടെ മലയാളം മീഡിയം മാത്രമേ ഉണ്ടായുള്ളൂ, അതുകൊണ്ടാ. പണ്ട് തുടങ്ങി അവിടെ മലയാളം ഉണ്ടായി, ഇപ്പഴാ മാറിയേ ഇംഗ്ലീഷ് മീഡിയം ആയത്. അപ്പൊ ഈ യു.പി ഹൈസ്കൂളിൽ എത്തിയപ്പോ മാറാൻ തോന്നിയില്ല? മലയാളം മീഡിയം തന്നെ. മലയാളമാണ് എളുപ്പം. അപ്പൊ എല്ലാ എക്സാമും മലയാളത്തിലല്ലേ എഴുതിയില്ല? എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് എഴുതാൻ വായിക്കാൻ അറിയാൻ പാടില്ല, മലയാളം സംസാരിക്കാൻ മാത്രമുണ്ട്. നിങ്ങൾ കാരണം നോക്കി പഠിച്ചു, നിങ്ങൾ പറഞ്ഞ വർത്താനം ഞാൻ നോക്കി പഠിച്ചു. എഴുതാൻ വായിക്കാൻ അറിയാൻ പാടില്ല. അച്ഛൻ ചേട്ടൻ പറഞ്ഞല്ലോ അവിടുത്തെ കുട്ടികളെ അധികം പഠിപ്പിക്കുന്നില്ല എന്ന്. സ്വന്തം മോളിപ്പോ 10ൽ ഫുൾ A+ വാങ്ങിയെന്ന് പറഞ്ഞപ്പോ വീട്ടുകാർ പ്രതികരണം എങ്ങനെയായിരുന്നു? എന്റെ പൊണ്ണ് മൊത്തം ഏരിയ പാസ്സായില്ലേ. നമ്മുടെ യുപിയിലെ ഇപ്പൊ ഇത്ര 98.2 കിട്ടിയിട്ടുണ്ട് ഒരു കൊച്ചു ചെറുക്കൻ. അവൻ യുപി ടോപ്പായി. പെങ്കൊച്ച യുപി ടോപ്പായി. യുപി എത്ര ജില്ല ഉണ്ട്? ഒരു 80 സീറ്റ് ഉണ്ട് ലോക്സഭ. അല്ല, ഇപ്പൊ പെൺകുട്ടികളെയും പഠിക്കണ്ടെന്ന് പറഞ്ഞ കുടുംബക്കാരെ ഇപ്പൊ മോഡലായിട്ട് നിർത്തുന്നില്ലേ? +2 കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ തയ്ക്കൽ പഠിക്കാന് അങ്ങനെയൊക്കെ പഠിക്കാന് വിടുള്ളൂ. ബാക്കി ഡിഗ്രി ഇല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അങ്ങനെ പഠിക്കാൻ ദൂരം പോകാൻ സമ്മതിക്കില്ല. ഈ നവോദയ വിദ്യാലയ 5 പഠിച്ചിരിക്കുന്ന പറയൂലേ ഒരു പരീക്ഷ, നമുക്ക് നവോദയ വിദ്യാലയ 5 പരീക്ഷ എഴുതിക്കാൻ അത് പാസ്സാവില്ലേ? അത് പറഞ്ഞ് എഴുതിയിട്ടില്ല. ഇങ്ങനെ എഴുതില്ല, ഞാൻ പാസ്സാവും പപ്പ. പിന്നെ സർക്കാർക്ക് ഉണ്ടാവില്ല, പിന്നെ എനിക്ക് ഇവിടെ നിക്കാൻ പറ്റില്ല, അവിടെ പോകണ്ട. അത് പരീക്ഷ എഴുതിയിട്ടില്ല. എനിക്കറിയാം വന്നിട്ടുണ്ടായി, പോയി എഴുതിയില്ല. കേരളം വിട്ടു പോകാൻ താല്പര്യമില്ല. കുടുംബത്ത് കേരളത്തിലുണ്ടാവുള്ളൂ സ്കൂൾ, പക്ഷെ അച്ഛനക്ക് വിറ്റ് പോകണ്ടേ, അമ്മക്ക് വിറ്റ് പോകണ്ടേ. സ്കൂളിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ കുറെ അനുമോദനങ്ങളൊക്കെ കിട്ടിയില്ലേ? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? നല്ല അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. കുറെ വർഷം ഈ എക്സാം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ പേടിച്ചിരിക്കുന്ന പിള്ളേരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പേടിച്ചിക്കണ്ട. ഒരു സ്ഥലത്ത് ഒരു എന്തൊക്കെ പരിപാടിക്ക് പേടിച്ചു കഴിഞ്ഞാൽ പോയി, പേടിക്കണ്ട. പരിശ്രമിച്ചാൽ എല്ലാം കിട്ടും. പഠിക്കാൻ പാടാന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ഒരു പാഠം തന്നെയാണ്.